2024 ബിടെക് സ്കീമിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ വീഡിയോ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻപുള്ള പാർട്ടുകളിൽ നാം KTU റൂൾസ് ആൻഡ് റെഗുലേഷൻ, അതിൻ്റെ ഇവാലുവേഷൻ രീതികൾ, അതുപോലെ കരിക്കുലവും വിശദമായിട്ട് കണ്ടു. പഠനത്തിൻ്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു എക്സസൈസാണ് ആക്ടിവിറ്റീസ്, സ്റ്റുഡൻറ് ആക്ടിവിറ്റീസ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് ടെക്നിക്കലായിട്ടുള്ള നോളേജ്, അതുപോലെ അത് സംബന്ധിച്ചുള്ള സ്കില്ലുകൾ കൂടാതെ, എന്ന് വെച്ചാൽ ക്ലാസ് റൂമിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ ചെയ്യുന്ന പ്രാക്ടിക്കൽസ് കൂടാതെ നല്ലൊരു പ്രൊഫഷണലായിട്ട് റിയൽ ലൈഫിൽ ശോഭിക്കണമെങ്കിൽ അത്യാവശ്യം ഒരുപാട് സോഫ്റ്റ് സ്കിൽസ്, അതും വളരെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പിന്നെ മറ്റുള്ള ടീമായിട്ടൊക്കെ പ്രവർത്തിച്ച് സ്ഥാപനത്തിലെ മറ്റ് വിഭാഗം ആൾക്കാരുമായിട്ടൊക്കെ ഇടപെട്ട് ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് വിജയകരമായിട്ട് കൊണ്ടുവരാനുള്ള കഴിവുകൾ ഉണ്ടാക്കുക. സ്കിൽസ് എന്ന് വെച്ചാൽ ആ കഴിവുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടാക്കുക, ടീം സ്പിരിറ്റ്, നല്ല നല്ല ടീമുകളായിട്ട്. ഒരിക്കലും ഒരു എഞ്ചിനീയറും ഒറ്റയ്ക്ക് ഒരു ജോലി ഒരു സ്ഥാപനത്തിലും ചെയ്യുക എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാനേ വയ്യ. അത് പലതരത്തിലുള്ള ടീമുകളായിട്ട് തന്നെയാണ് നടക്കുക. നമുക്ക് സീനിയറായിട്ടുള്ള മറ്റ് എഞ്ചിനീയർമാർ, മാനേജർമാർ, ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടാകും. അതുപോലെ ക്ലയൻസ് ഉണ്ടാകും. അവരെയും നമ്മുടെ ഉയർന്ന ലെവലിൽ നമുക്ക് കണക്കാക്കണം. നമ്മളുടെ അതേ സമാനമായിട്ടുള്ള ഗ്രൂപ്പ്, പിയർ ഗ്രൂപ്പ് എഞ്ചിനീയേഴ്സ് ഉണ്ടാകും, സബോർഡിനേറ്റ്സ് ഉണ്ടാകും, വളരെ താഴേക്കിടയിലുള്ള തൊഴിലാളികൾ ഉണ്ടാകും. ഇവരെല്ലാം ഉപയോഗിച്ച് വേണം ഏതൊരു എഞ്ചിനീയറും അവരുടെ ജോലി ചെയ്യേണ്ടത്. അതിന് നല്ല ടീം സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിനുള്ള ചെറിയ ചെറിയ എക്സ്പീരിയൻസ് നമ്മുടെ സ്റ്റുഡൻറ് ആക്ടിവിറ്റി പോയിന്റുകൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നേടും. അതുപോലെ എന്റർപ്രണറിയൽ കേപ്പബിലിറ്റീസ്, സ്വയം സംരംഭകത്വങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോഷ്യൽ സൊസൈറ്റിയൽ കമ്മിറ്റ്മെന്റ്, നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധത അത്യാവശ്യം വേണ്ടതാണ്. അതുപോലെ എത്തിക്കലായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്ത് ശീലിക്കാൻ നമുക്ക് സാധിക്കും. ഇതിന് യൂണിവേഴ്സിറ്റി ഈ സ്കീമിൽ പെട്ട വിദ്യാർത്ഥികൾ ഓരോരുത്തരും 120 ആക്ടിവിറ്റി പോയിന്റുകൾ നേടണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന് 3 ക്രെഡിറ്റ് അവാർഡ് ചെയ്യുകയും ചെയ്യും. അത് നേരത്തെയുള്ള സ്ലൈഡിൽ നമ്മൾ കണ്ടതുപോലെ 3 ഗ്രൂപ്പുകളായിട്ടാണ് ഇവിടെ ആക്ടിവിറ്റീസിനെ തിരിച്ചിരിക്കുന്നത്. NSS, NCC തുടങ്ങിയവയിൽ, NSO, നാഷണൽ സ്പോർട്സ് ഓർഗനൈസേഷൻ തുടങ്ങിയവയിൽ പ്രവർത്തിച്ച് അതിലെ നിർവചിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തവർക്ക് വെറുതെ അംഗമായാൽ പോരാ. ഉദാഹരണത്തിന് NSSലാണെങ്കിൽ അതിൻ്റെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യേണ്ടി വരണം, തുടർച്ചയായിട്ട് ഒരു 2 സെമസ്റ്റർ കാലയളവിലെങ്കിലും അതിൽ പ്രവർത്തിക്കണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 40 പോയിന്റ്സ് കിട്ടും. അതുപോലെ ആർട്സ്, സ്പോർട്സ്, ഗെയിംസിലൊക്കെ യൂണിവേഴ്സിറ്റി തലത്തിൽ ചെന്ന് മത്സരങ്ങളൊക്കെ വിജയിച്ചു വരുന്നവർക്ക്, അതിൽ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ആയി വരുന്നവർക്ക് ഈ പോയിന്റുകൾ അതിന് വ്യക്തമായിട്ട് ടേബിളിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1ാം സ്ഥാനത്തിന് കോളേജ് തലത്തിലാണെങ്കിൽ എത്ര, യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സോണൽ തലത്തിൽ, പിന്നെ യൂണിവേഴ്സിറ്റി തലത്തിൽ, അത് കഴിഞ്ഞ് പിന്നെ സ്റ്റേറ്റ് ലെവലിൽ പോകും. അങ്ങനെയൊക്കെ വരുമ്പോൾ എത്ര ആക്ടിവിറ്റി പോയിന്റ് കിട്ടും. അതുപോലെ ഒന്ന് പ്രധാനമാണ് ഇവിടെ കോളേജ് യൂണിയൻ ആക്ടിവിറ്റീസ്. പിന്നെ പലതരത്തിലുള്ള ക്ലബ്ബുകളുണ്ട്, അതിൻ്റെയൊക്കെ ഭാരവാഹികളായി പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നവർക്കും ഇതുപോലെ ചില പോയിന്റുകൾ നിർവചിച്ചു വെച്ചിട്ടുണ്ട്. ഈ കാറ്റഗറിയിൽ ഇത് ഓരോന്നിനും 40 പോയിന്റ് എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോന്നിനും ചിലപ്പോൾ 10ഓ 20ഓ ഒക്കെ വെച്ച് പോയിന്റുകളാണ്. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം, നമുക്ക് താല്പര്യമുള്ള ആ ഫീൽഡിലെ ആക്ടിവിറ്റി ചൂസ് ചെയ്തിട്ട്, ചിലർക്ക് NCCയിൽ പ്രവർത്തിക്കാനായിരിക്കും ആഗ്രഹം. അതിനെ തുടർന്ന് അവർക്ക് ചിലപ്പോൾ നമ്മുടെ മിലിറ്ററി, എയർഫോഴ്സ്, നേവി തുടങ്ങിയ ഫോഴ്സുകളിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ലക്ഷ്യങ്ങളുള്ള, അംബീഷൻസ് ഉള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ NCC ചൂസ് ചെയ്ത് അവർ പഠിക്കുന്ന കോളേജിൽ അതിൻ്റെ യൂണിറ്റ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ.
അതിൽ പ്രവർത്തിക്കാൻ അതിന് സാധിക്കും. ഇപ്പോൾ പല കോളേജുകളിലും NCCയുടെ യൂണിറ്റ് ഉണ്ട്. അത് അന്വേഷിച്ച് നോക്കുക കോളേജിൽ തന്നെ. NSS യൂണിറ്റ് എല്ലാ കോളേജിലും ഉണ്ട്. അതിൽ വളരെ നല്ല ആക്റ്റീവായിട്ട് ആക്ടിവിറ്റീസ് തന്നെ നടക്കുന്നുണ്ട്. അത് ചെയ്യുക. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കേഷനായ TOEFL, IELTS കോഴ്സുകൾ തുടങ്ങിയ ഒക്കെ വിദേശത്തൊക്കെ പോകാൻ ഉപകരിക്കുന്ന കോഴ്സുകളാണ്. അതുപോലെയാണ് ഇവിടെയും GRE, GMAT, അതുപോലെ CAT ഒക്കെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഈവൻ ഗേറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ക്രെഡിറ്റ് പോയിന്റും ക്രെഡിറ്റും കിട്ടും. ക്രെഡിറ്റ് 1 പോയിന്റ് 40 വരെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഈ തരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്തിട്ടും ചെയ്യണം. അതുകൂടാതെ ഇപ്പൊ എല്ലാവർക്കും ഇതുപോലെ വിദേശത്ത് പോകുന്ന കോഴ്സുകളിലൊക്കെ താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇവിടെ ചെറിയ ഇന്റേൺഷിപ്പുകളൊക്കെ ചെയ്യാം, കോൺഫറൻസുകളിൽ പങ്കെടുക്കാം, വർക്ക്ഷോപ്പ്, ടെക്നിക്കലായിട്ടുള്ള വർക്ക്ഷോപ്പുകൾ പലയിടത്തും നടക്കും. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും. അത് അപ്ലൈ ചെയ്തിട്ട് അത് അറ്റൻഡ് ഒക്കെ ചെയ്ത് അവിടെ പേപ്പറൊക്കെ പ്രസന്റ് ചെയ്ത് ആ പേപ്പറിനൊക്കെ അവാർഡൊക്കെ കിട്ടുകയാണെങ്കിൽ കൂടുതൽ പോയിന്റ്സ് അവിടെ നിന്ന് തന്നെ നേടാൻ സാധിക്കും. അത് നേടിയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ആ രീതിയിൽ നമ്മുടെ ക്വാളിറ്റി മാറ്റം വരുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെയുള്ള വേറെ ഒന്നാണ് ജേർണൽ പബ്ലിക്കേഷനും അതുപോലെ പേറ്റന്റ് കിട്ടാനുള്ള IPR ഇതിൽ അനുസരിച്ച് പേറ്റന്റ് നേടുക, നല്ല നല്ല പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുക ജേർണലിൽ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും ഇതുപോലെ 40 വരെ പോയിന്റ്സ് അതിൽ കിട്ടും. ഓരോ തരത്തിലുള്ള ആക്ടിവിറ്റിക്കുള്ള പോയിന്റ്സ് നമുക്ക് ഒരു ഗ്രൂപ്പ് തിരിച്ച് ഏകദേശം നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ കോളേജ് ലെവൽ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. അതിന് ഏകദേശം ഇതിലെ ഈ മാക്സിമം പോയിന്റ്സ് ഒക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് യൂണിവേഴ്സിറ്റി ഇടയ്ക്ക്. അത് പബ്ലിഷ് ചെയ്ത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നിന്ന് കാണാം. പ്രത്യേകിച്ചും പുതിയ കരിക്കുലത്തിൽ പുതിയ സ്കീമിൽ വരുമ്പോൾ അതിന് മാറ്റങ്ങൾ വീണ്ടും അപ്ഡേഷൻ ഉണ്ടാകുന്നതായിരിക്കും. ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇങ്ങനെ പോയിന്റ്സ് മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റർപ്രണറിയൽഷിപ്പ് ആക്ടിവിറ്റീസ് ചിലത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെൽഫ് ഇനീഷ്യേറ്റീവ്സ്, സ്വയം സംരംഭകത്വങ്ങൾ സാധ്യമാണ്. ഓൺലൈൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടും നമുക്ക് പോയിന്റുകൾ നേടാൻ സാധിക്കും. സ്റ്റുഡൻറ് ആക്ടിവിറ്റി പോയിന്റ്സ് ഈ രീതിയിൽ നിർവചിച്ചു വെച്ചിട്ടുണ്ട് ഓരോന്നിനും. ഇപ്പോൾ സ്പോർട്സിൽ ഇത് പല ലെവലാണ്. കോളേജ് ലെവലിൽ 8 പോയിന്റ് വരെ ആക്ടിവിറ്റി പോയിന്റ്സ് വരെ കിട്ടാം. സോണൽ ലെവലിലാണ് 15, യൂണിവേഴ്സിറ്റി ലെവലിൽ 25, പിന്നെ നാഷണൽ ലെവലിൽ ചെന്ന് കഴിഞ്ഞാൽ 40 പോയിന്റ്, ഇന്റർനാഷണൽ ലെവലിൽ പോവുകയാണെങ്കിൽ 60 പോയിന്റ് വരെ കിട്ടും. അതിൽ 40 പോയിന്റ് അവിടെ കണക്കാക്കുള്ളൂ. ക്യാരി ഓവർ ചെയ്ത് വേറെ ഗ്രൂപ്പിലേക്ക് മാറ്റാൻ സാധിക്കില്ല. അപ്പൊ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും ഇപ്പൊ മ്യൂസിക്കിലൊക്കെ ആണെങ്കിലും ഇതേപോലെ തന്നെ ഒരു ഫോർമുല ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ കുട്ടികൾക്ക് പഠനേതര വിഷയങ്ങളിലുള്ള കാര്യങ്ങൾ, എക്സ്ട്രാ കരിക്കുലർ, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഓരോരുത്തർക്ക് താല്പര്യമുള്ളത് ചെയ്യാം. അങ്ങനെ അത് നിർബന്ധമാണ്. അത് ചെയ്ത് ആവശ്യമായ പോയിന്റുകൾ നേടാൻ വേണ്ടി പ്ലാൻ ചെയ്യുക തുടക്കം മുതലേ. അത് നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുമ്പോഴേക്കും 120 ആക്ടിവിറ്റി പോയിന്റ്സ്, അതും 40 മിനിമം വീതം ഓരോ സെക്ഷനിലും ഉണ്ടായിരിക്കണം. അങ്ങനെ 3 ക്രെഡിറ്റ് നേടി 167 ക്രെഡിറ്റ് പഠിച്ച് നേടുന്നതും ആക്ടിവിറ്റീസ് ചെയ്ത് നേടുന്ന 3 പോയിന്റ് ക്രെഡിറ്റുകളും കൂട്ടുമ്പോൾ അവിടെ 170 ടോട്ടൽ ക്രെഡിറ്റുകൾ വരുന്നതായിരിക്കും. ഇങ്ങനെ ബിടെക് നേടാനുള്ള ആ ഒരു അർഹത. ഇനി ബിടെക് എങ്ങനെയാണ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് വരുന്നത്, അത് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഈ സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ് ആക്ടിവിറ്റി പോയിന്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വീഡിയോ ഇവിടെ ഞാൻ തൽക്കാലം നിർത്തുകയാണ്. നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടും എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു.